അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ തൗഫീഖ ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അല്ലാഹുമ്മ റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദിക ലതഹീലതി അദ്രിക്നി യാ റസൂലല്ലാഹ് യാ ഹബീബല്ലാഹ്. ബഹുമാനമുള്ള സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. മനുഷ്യൻ്റെ ഒരവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യന് വലിയ ആഗ്രഹങ്ങളാണ്, തീരാത്ത ആഗ്രഹങ്ങൾ. എത്ര ലഭിച്ചാലും അവൻ്റെ ആഗ്രഹം ഒരു കുറവും അതിനുണ്ടാവില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ് നോക്കും. ലൗ അന്നലി ഇബ്നി ആദമ വാദിയം മിൻ ദഹബിൻ, സ്വർണത്തിനാൽ ഒരു മലഞ്ചെരുവ് മനുഷ്യനുണ്ടായാൽ, അഹബ്ബ അൻ യകൂന ലഹു വാദിയാൻ, രണ്ടെണ്ണം ഉണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കും. അവൻ്റെ ഇഷ്ടം ഒന്നും കൂടെ ഉണ്ടായെങ്കിൽ. അങ്ങനെ ഒരു മല നിറച്ച് സ്വർണ്ണവനുണ്ട്, പിന്നെ അവൻ്റെ ആഗ്രഹം എന്താ? ഒരു മലയും കൂടെ ഉണ്ടായാൽ മതി. ഇങ്ങനെ ആഗ്രഹിച്ച് അവൻ എങ്ങനെ എവിടെ എത്തും ചോദിച്ചാൽ, വലൻ യംലഉ അവൻ്റെ കവിള് മണ്ണ് തട്ടുന്നത് വരെയും അവൻ ഈ ആഗ്രഹം ഉണ്ടായിക്കൊണ്ടിരിക്കും, തീരൂല എന്നർത്ഥം. പക്ഷെ അള്ളാഹ് ആരാന്നറിയോ? വയത്തൂബുല്ലാഹു അലാ മൻ താബ്. അള്ളാഹിൻ്റെ പ്രത്യേകത എന്താണ്? പശ്ചാത്തപിക്കുന്നവൻ്റെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും. മനുഷ്യൻ്റെ ഒരു വലിയ അലച്ച എന്നൊക്കെ നമ്മൾ പറയില്ലേ, എത്ര കിട്ടിയാലും തികയില്ല. പീറ എന്നൊക്കെ പറയും നമ്മൾ, മുതൽ എന്നുള്ള. ഖുർആൻ ആ മനുഷ്യൻ്റെ ഒരു അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട്. സുയ്യിന ലിന്നാസ് ഹുബ്ബു ശഹവാതി മിനൻ നിസാഇ വൽ ബനീൻ والبنين والقناطير المقنطرة من الذهب والفضة والخيل المصومة والأنعام والحرث ذلك متاع الحياة الدنيا والله عنده حسن المآب. മനുഷ്യനിക്ക് അല്ലാഹു തആല ഒരു ഭംഗിയാക്കിയിരിക്കുന്നു ഈ പറയപ്പെട്ട വസ്തുക്കളൊക്കെ. ഇതൊക്കെ മനുഷ്യന് അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഗ്രഹങ്ങളായിട്ട് അവനിക്ക് തോന്നപ്പെടാൻ സാധ്യതയുള്ള ഓരോ വസ്തുക്കളെ എണ്ണി അല്ലാഹു തആല ഇവിടെ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥയാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇന്ന മിമ്മ അഖാഫു അലൈക്കും മിൻ ബഅദി, എൻ്റെ ശേഷം ഞാൻ നിങ്ങളെ മേൽ ഭയപ്പെടുന്നത് മാ യുഫ്തഹു അലൈക്കും മിൻ സഹ്റത്തി ദുനിയ വസീനതിഹ, ദുനിയാവിൻ്റെ ആ ഒരു ഭംഗിയും അതിൻ്റെ ആ ഒരു ആഡംബരവും അതിൻ്റെ ഒരു താല്പര്യവും നിങ്ങൾക്ക് തുറക്കപ്പെടൽ ഞാൻ നിങ്ങളെ മേൽ ഭയപ്പെടുകയാണ്. അഥവാ ദുന്യാവിൻ്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു നല്ല അവസ്ഥയൊക്കെ നിങ്ങൾക്ക് കൂടുതലായി വരുമ്പോൾ നിങ്ങൾ അതിലങ്ങോട്ട് ലയിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ടാണ്? നബി തങ്ങൾ പറയുന്നു, ഇന്ന ദുനിയാ ഹുൽവത്തുൻ ഹദറ, ദുനിയാവ് പച്ചയാണ്, മധുരമാണ്. വഇന്നല്ലാഹ തആല മുസ്തഖ്ലിഫുകും ഫീഹാ, അല്ലാഹു തആല നിങ്ങളതിലൊരു പ്രതിനിധിയാക്കിയിരിക്കുകയാണ്. ഫയൻദുർ കൈഫ തഅമലൂൻ, നിങ്ങളെങ്ങനെയാണോ പ്രവർത്തിക്കുന്നതെന്ന് അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഫത്തഖുദ്ദുനിയാ വത്തഖുന്നിസാ, ദുനിയാവിനെ സൂക്ഷിക്കണേ, സ്ത്രീകളെ സൂക്ഷിക്കണേ എന്ന് അല്ലാഹു തആല പറയുന്നു. അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിനിധിയാക്കിയിരിക്കുന്നു നിങ്ങളെ.
എല്ലാം അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു, നിങ്ങൾ എന്തൊക്കെയാണ് ഇതുകൊണ്ടൊക്കെ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് അല്ലാഹു തആല നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഭവം പറയുകയാണ്. മഹാനായ അബൂ ഉബൈദത്ത് ബിൻ ജർറഹ് റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹ്റൈനിലുള്ള അവിടുത്തെ ടാക്സ് സ്വീകരിക്കുന്നതിന് വേണ്ടി അയച്ചു. അവരിങ്ങനെ വരുമ്പോൾ ആ വിവരം അൻസാറുകളായ ആളുകൾ അറിഞ്ഞു, മദീനക്കാരായ ആളുകൾ അറിഞ്ഞു. അപ്പോൾ അവർ സുബൈ നിസ്കാരത്തിന് എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൂടി. ഇത് കണ്ടപ്പോൾ റസൂലുള്ളാഹി തങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് പറഞ്ഞു, അവരോടിങ്ങനെ അവരിലേക്ക് നോക്കിയിട്ട് നബി തങ്ങളിങ്ങനെ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, അളുന്നുക്കും സമിഅതും അന്ന അബാ ഉബൈദത ഖദിമ ബിശൈഇൻ മിനൽ ബഹ്റൈനി. ബഹ്റൈനിൽ നിന്ന് അബൂ ഉബൈദത്ത് വരും എന്നുള്ള വിവരങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതെ അജൽ യാ റസൂലല്ലാ, അള്ളാഹിൻ്റെ റസൂൽ, അതെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ റസൂൽ അവരോട് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സന്തോഷിച്ചോടി, അബ്ശിറു, നിങ്ങൾ സന്തോഷിച്ചോടി, നിങ്ങളാ സന്തോഷം ഉണ്ടാവട്ടെ. എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു, ഫവല്ലാഹി, അള്ളാഹിനെ തന്നെ അസത്യം, മൽ ഫഖ്ർ അഖ്ശ അലൈക്കും, ദാരിദ്ര്യം ഞാൻ നിങ്ങളെ മേൽ ഭയപ്പെടുന്നില്ല, നിങ്ങൾ പട്ടിണി കിടക്കുമെന്ന് ഞാൻ നിങ്ങളെ മേൽ ഒരിക്കലും ഭയപ്പെടുന്നില്ല. വലാകിന്നി അഖ്ശ അൻ തുബ്സത ദുനിയ അലൈക്കും, ദുനിയാവ് വിശാലമാകൽ നിങ്ങളെ മേൽ ഞാൻ ഭയപ്പെടുകയാണ്. കമാ ബുസിത്തത് അലാ മൻ ഖബലക്കും, നിങ്ങളെ മുൻഗാമികൾക്ക് ദുന്യാവ് വിശാലമായതുപോലെ നിങ്ങൾക്കും ദുന്യാവ് വിശാലമാകുമെന്ന് വിശാലമാകലിന് ഞാൻ ഭയപ്പെടുന്നു. മുൻഗാമികൾക്ക് എന്താ സംഭവിച്ചത്? ദുന്യാവിൻ്റെ അനുഗ്രഹങ്ങൾ വിശാലമായപ്പോൾ ഫതനാഫസൂഹാ കമാ തനാഫസൂഹാ, അവർ അതിനു വേണ്ടി മത്സരിച്ചതുപോലെ നിങ്ങളും മത്സരിക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഫതുഹ്ലിക്കക്കും കമാ അഹ്ലക്തും, അവർ നശിച്ചതുപോലെ നിങ്ങളും നശിക്കും എന്ന് ഞാൻ വല്ലാതെ ആശങ്കപ്പെടുകയാണ് എന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് സഹാബത്തിനോട് മുത്തുനബി തങ്ങൾ ചെയ്ത ആ ഒരു ഉപദേശം ഇന്നത് നമ്മൾ അതിൻ്റെ ആ ഒരു അത് പുലർന്നിരിക്കുകയാണ് ഇന്ന്. എന്താണ് മനുഷ്യന്മാർ ദുന്യാവിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന എന്തെല്ലാം തരത്തിലുള്ള ഓരോ നാടകങ്ങളാണ് പ്രിയപ്പെട്ടവരെ. സമ്പത്തുണ്ടാക്കാൻ വേണ്ടി എന്തെല്ലാം നാടകങ്ങൾ മനുഷ്യന്മാർ കളിച്ചുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം തോന്നിവാസങ്ങൾ മനുഷ്യന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തെല്ലാം കൊലയും കൊള്ളയും കൊള്ളിവെപ്പും എന്തും മനുഷ്യനിക്ക് ഒരു ഭയവുമില്ലാതെ ഒരു ലജ്ജയുമില്ലാതെ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ ജീവിക്കുമ്പോൾ 1400 വർഷങ്ങൾക്ക് മുമ്പ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നിതാ അത് പുലർന്നതുപോലെ, അത് തന്നെ ഇന്നത്തെ ആ ഒരു ചിത്രം നോക്കി അള്ളാഹിൻ്റെ റസൂൽ ഇത് പറഞ്ഞതാണോ എന്ന് വരെ നമ്മൾ സംശയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാകുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഒരാൾക്ക് പൈസ ഉണ്ടാകുന്നത് അപകടം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതിൽ ജോലിക്ക് പോകണ്ട, സമ്പത്ത് വാങ്ങണ്ട, ശമ്പളം വാങ്ങണ്ട, ഒന്നും അല്ല ഈ പറഞ്ഞത്. അതൊക്കെ വേണം. ജോലി ചെയ്യണം, കൃഷി ചെയ്യണം, അതുപോലെ ഗൾഫിൽ പോകണം, എന്തെല്ലാം തൊഴിലുകൾ ഹലാലായതുണ്ട് അതൊക്കെ ചെയ്യാം. അതിന്മേൽ കിട്ടുന്ന സമ്പാദ്യം സ്വീകരിക്കാം, അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സ്വീകരിക്കാം. സക്കാത്ത് കൊടുക്കണമെന്ന് മാത്രം, ഹലാലായതാവണമെന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പക്ഷേ അതല്ല ഈ പറഞ്ഞത്. ദുന്യാവ് കിട്ടാൻ വേണ്ടി അലച്ച കാണിക്കുന്നു, അതിനു വേണ്ടി വേണ്ടാത്തത് ചെയ്യുന്നു, അതിനെക്കുറിച്ചായി പറഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.